ഹൈ ഗൈസ്, ഐ എം ബാക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറിയൊരു ട്രിപ്പിലായിരുന്നു. എത്തിയിട്ടാകെ 2 ദിവസം ആയിട്ടുള്ളൂ. നമ്മൾ 2 കേസ് ഫെയിൽ ആയതുകൊണ്ട് എനിക്ക് ഡിക്റ്റേറ്റീവ് അതോറിറ്റി 6 മാസം ട്രെയിനിങ് തന്നു. അവരുടെ ലോജിക്കും എന്റെ ലോജിക്കും തമ്മിൽ സിങ്ക് ആകുന്ന എപ്പോഴാണ് അന്നാ പോലും എന്നെ ഇനി കമ്പനിയിലേക്ക് തിരിച്ചെടുക്കുന്നതാണ് പറയുന്നത്. എന്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് കേസസ് തന്നിട്ടുണ്ട്. 2-3 കേസ് തെളിയിക്കുമ്പോൾ തന്നെ നമ്മളെ ബ്രെയിൻ ഡെവലപ്പ് ആവും. നമ്മളെ അതോറിറ്റിയിലേക്ക് തിരിച്ചു വരും. വലിയ വലിയ കേസുകൾ നമ്മൾ തെളിയിക്കുന്നതായിരിക്കും. മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിൻ ടെസ്റ്റ് ആണ്. എന്റെ ബ്രെയിൻ പിന്നെ കുണ്ടിലായതുകൊണ്ട് അത് ഒരിക്കലും വറക്കാൻ പോകുന്നില്ല. തലക്കകത്ത് തീട്ടാന്നാണ് എല്ലാവരും പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കേസ് ഇന്ന് തെളിയിച്ചിരിക്കുന്നത്. റിമി, യങ് ഫാഷൻ ഡിസൈനർ. ഇന്ന് അവളുടെ ആദ്യത്തെ ഷോയാണ്. റിമി ഒരു ഫാഷൻ ഡിസൈനർ ആണ്. ഇന്ന് അവളുടെ ആദ്യത്തെ ഷോ ആണ്. ഇന്ന് തന്നെ അവളുടെ അവസാനത്തെ ഷോയും കൂടിയാണ്. ലെറ്റ്സ് വെൽക്കം റിമി. സർ, റിമി ആരോ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഓ, അറ്റാക്ക് ചെയ്യലും കോള് വിളിക്കലും ഡിക്റ്റേറ്റീവ് മേഹുൽ അവിടെ എത്തലും എല്ലാം ഒരുമിച്ചായിരുന്നു. അൾട്രാ ഇൻസ്റ്റന്റ്. ഈ അറ്റാക്കിൽ ആരെങ്കിലും സംശയമുണ്ടോ? താനിയ, ചേതൻ, പിന്നെ ദിവ്യ. ഞാൻ റിമിയുടെ ഷോസിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനു ചെയ്യണം? റിമി വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു. ഞാൻ അവൾക്ക് കോഫി വാങ്ങാൻ പോയതാ. ഞാൻ ബാക്ക് സ്റ്റേജിലെ മേക്കപ്പ് റൂമിലായിരുന്നു. ലോജിക്കൽ ആർമി, ആരാണ് ഇവിടെ കള്ളം പറയുന്നത്? ഇവളുമായിട്ട് ശത്രുതയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് ഡിക്റ്റേറ്റീവ് മേഹുൽ ഫസ്റ്റ് ചോദിച്ചിരുന്നു. പിന്നെ 3 ആൾക്കാർ വന്നിട്ടുണ്ട്. താനിയ, ചേതൻ, പിന്നെ ദിവ്യ. അതിൽ താനെ പറയുന്നത് ഇവളെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് എന്തോ ആക്കിയിട്ടുണ്ടായിരുന്നു. ചേതൻ പറയുന്നത് എന്തോ ബാക്ക് സൈഡിൽ അങ്ങനെ ഉണ്ടെന്നല്ലേ? അല്ല, ഇവക്ക് എന്തോ കുടിക്കാൻ കൊടുത്തതാണോ? എന്താ പറഞ്ഞത്? കോഫി വാങ്ങിക്കാൻ പോയതാന്നാ പറഞ്ഞത്. ഇവളെന്താ പറയുന്നത്? ഓള് ബാക്ക് സ്റ്റേജിൽ മേക്കപ്പ് റൂമിലായിരുന്നു. ഇവരിൽ ആരോ ഒരാളാണ് ക്രിമിനെ ഉപദ്രവിച്ചത്. ഇതിൽ ആരാന്ന് ക്രിമിനെ ഉപദ്രവിച്ചതെന്ന് ഞാനെങ്ങനെ മനസ്സിലാക്കാന്? ഇതിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ. ഈ പറഞ്ഞാൽ എന്തെങ്കിലും തെളിവുണ്ടാ? താനെ പറയുന്നത് വർഷങ്ങളായിട്ട് അവളൊപ്പം ഉണ്ട് പോലും. വർഷങ്ങളായിട്ട് അവളൊപ്പം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവിക്കാൻ ചാൻസ് കൂടുതലാണ്. എടാ, ഇന്ന് ക്രിമിയുടെ ഫസ്റ്റ് ഷോ. പിന്നെ എങ്ങനെയാടാ താനെ വർഷങ്ങളായിട്ട് അവളൊപ്പം പണിയെടുക്കുന്നതെന്ന് പറയുന്നത്? ഇതിലൊരു കള്ളക്കളി ഇല്ലേ? എനിക്കറിയില്ല. ഇനി വല്ല കോഫി എടുക്കാൻ പോയവനങ്ങനെ ആണോന്ന് എനിക്കറിയില്ല. എന്റെ ഇവരെ ലോജിക്ക് തമ്മിൽ കണക്ട് ആവണം. നിങ്ങൾ പറഞ്ഞത് റിമിയുടെ ഷോസിൽ ആദ്യം മുതൽ ജോലി ചെയ്യുന്നുണ്ടെന്നല്ലേ? പക്ഷേ ഇത് അവരുടെ ഫസ്റ്റ് ഷോയാണ്. നിങ്ങളാണ് റിമിയെ അറ്റാക്ക് ചെയ്തത്. എന്റെ ലോജിക്ക് അവരുടെ ലോജിക്ക് തമ്മിൽ കണക്ട് ആവാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം തന്നെ പിടിച്ച് ലോക്കപ്പിലിട്ട് ഇവളാം. ലൈക്ക് അടിക്കാൻ മറന്നു വയ്ക്കില്ലേ നിങ്ങളെടുത്ത്? ഒരു ലൈക്ക് അങ്ങ് അടിച്ചേ. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, എല്ലാതും പറയുന്നല്ലേ. ഞാൻ ഒരു ലൈക്ക് അടിക്കുവാണെങ്കിൽ അടുത്ത വീഡിയോ പെട്ടെന്ന് വരും. ഒരു 10K ലൈക്ക് നിങ്ങളെ കൊണ്ട് പറ്റും. ഇങ്ങനെ പറ്റും. ആലിയ അവളുടെ കൂട്ടുകാരുടെ ഹോം ടൗണിൽ എത്തിയിരിക്കുകയാണ്. അവിടെ -10 ഡിഗ്രി സെൽഷ്യസ് സ്നോഫോൾ ആണ്. എല്ലാ കൂട്ടുകാരും ആലിയയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ തങ്ങുന്നു. പെട്ടെന്ന് അടുത്തുള്ള വീട്ടിൽ നിന്ന് ഉച്ചത്തിലുള്ള ഒരു നിലവിളി കേൾക്കുന്നു. ഓക്കെ, ഫ്രണ്ട്സിന്റെ ഒപ്പം ആലിയ പോയി. എത്രയോ ഡിഗ്രിയിലാണ് തണുപ്പുള്ളത്. അടുത്തുള്ള വീട്ടിൽ നിന്ന് എന്തോ ഒരു ഒച്ച കേട്ടു എന്നാണ് പറയുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? എന്താ പറ്റിയത്? എന്റെ ഡയമണ്ട് സെറ്റ് നഷ്ടപ്പെട്ടു. എന്റെ വീട്ടിൽ അപ്പോൾ 4 പേരെ ഉണ്ടായിരുന്നത്. എന്റെ അങ്കിൾ, ക്ലീനർ, കുക്ക്, പിന്നെ പ്ലംബർ. വീട്ടിലെ എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യേണ്ടി വരും. ഇവിടെ ഡിക്റ്റേറ്റീവ് മേഹുലില്ലേ, ഇന്ന് ആലിയാണ് കേസ് കളിക്കുന്നത്. ആലിക്ക് അതിന് മാത്രമല്ല കഴിവുണ്ട്. പാലിനെക്കാട്ട് പൊട്ടനാണ് ഞാനതാണ് പറയുന്നത്. സമ്മതിക്കത്തില്ല, അത് ഞാൻ സമ്മതിക്കത്തില്ല. ചത്ത് പണിയെടുത്തിട്ടാണെങ്കിൽ ഇന്ന് ഞാൻ കേസെല്ലാം തെളിയിച്ചിരിക്കും. ഞാൻ വെറുതെ വന്നതായിരുന്നു. നീ വീട്ടിലില്ലായിരുന്നത് കൊണ്ട് ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. ക്ലീനർ പറയുന്നു, ഞാൻ വൃത്തിയാക്കിയതിനു ശേഷം പോയിരുന്നു. അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. കുക്ക് പറയുന്നു, ഞാൻ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി. പിന്നെ ഞാനും എന്റെ കൂട്ടുകാരും സ്വിമ്മിങ്ങിന് വേണ്ടി പോയിരുന്നു. പ്ലംബർ പറയുന്നു, ഞാൻ ഡ്രെയിൻ പൈപ്പ് ശരിയാക്കിയതിനു ശേഷം പോയിരുന്നു. ആരായിരിക്കും കള്ളൻ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? അങ്കിള് വന്നിട്ട് പോയി എന്നാണ് പറയുന്നത്. ക്ലീനർ അവിടെ ക്ലീൻ ചെയ്തിട്ട് പോയി എന്നാണ് പറയുന്നത്. പ്ലംബർ വന്നിട്ട് ഇവര് സ്വിം ചെയ്യാൻ പോയി എന്നാണ് പറയുന്നത്. നീന്താൻ പോയി എന്നാണ്. വെയിറ്റ് ഗൈസ്, എനിക്ക് ആരാ കള്ളന്ന് കിട്ടി. ഈ തണുപ്പത്ത് ആരെങ്കിലും നീന്താൻ പോവാ? തണുപ്പത്ത്, വേനൽക്കാലല്ല, തണുപ്പത്ത്, അത് -10. -10 തണുപ്പിൽ നീന്താൻ പറ്റൂല മോനെ, നീ മരിച്ചു പോകും. അപ്പൊ ഇത് എന്തോ ഉടായിപ്പാണ്.
ടെമ്പറേച്ചർ -10 ആണ്. അപ്പോൾ ലേക്ക് ഫ്രീസ് ആയിട്ടുണ്ടാകും. അവിടെ എങ്ങനെ നീന്തുവാനാണ്? എന്റെ ലോജിക്കിന് മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാനായി. നിന്റെ ലോജിക്ക നിന്റെ എന്റെ ലോജിക്കും ഡിറ്റക്റ്റീവ് മേഹുലിന്റെ ലോകത്തുള്ള ലോജിക്കും തമ്മിൽ വർക്കാവാൻ തുടങ്ങി മോനെ. ഇനി നമ്മൾ കേസല്ല പുഷ്പം പോലെ പുഷ് പുഷ്. നിന്റെ ലോജിക്ക് ആ ഡയമണ്ട് സെറ്റ് അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് കേട്ടോ. വരൂ നമുക്കിനി അപ്പം തന്നെ എടുത്ത് തിരിച്ചു കൊടുത്തടാ. കാക്കാൻ മാത്രം അറിയത്തുള്ളൂ, നിക്കാൻ അറിയാത്ത ബോട്ടെ. ഗ്രീൻവുഡ് സ്കൂളിൽ ലഞ്ച് ബ്രേക്കിന്റെ സമയം സ്റ്റാഫ് റൂമിൽ സയൻസ് ലാബിന്റെ താക്കോൽ കാണാനില്ല. കുറച്ചു സമയത്തിന് ശേഷം ആരോ സയൻസ് ലാബിൽ നിന്നും എക്സ്പെൻസീവ് ആയ ഒരു എക്യുപ്മെന്റ് മോഷ്ടിച്ചു. ഡിറ്റക്റ്റീവ് മെഹുൽ ക്രൈം സീനിലേക്ക് എത്തിച്ചേരുന്നു. മെഹുൽ സ്റ്റാഫ് റൂം നന്നായി ഒബ്സർവ് ചെയ്യുന്നു. ഇവിടെ 2 ക്ലൂസ് ഉണ്ട്. എന്താ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ ലോജിക്കൽ ആർമി? ഇവിടെ 2 ക്ലൂസ്. ഒന്ന് ഫുഡിന്റെ ഒരു സംഭവം, പിന്നെ കാൽപാതയും കാണുന്നുണ്ട്. ഫുഡ് ആരോ പകുതി തിന്നിട്ട് വെച്ചിട്ട് പോയത്. ആദ്യത്തേത് ടിഫിൻ. അതിൽ കെച്ചപ്പ് മാത്രമാ ബാക്കിയുള്ളത്. താഴെയുള്ള ഹീൽ മാർക്സിലും ആ കെച്ചപ്പ് ഉണ്ട്. എന്തിനാണ് ആരെങ്കിലും തന്റെ ലഞ്ച് ടിഫിൻ ഇവിടെ ഉപേക്ഷിക്കുന്നത്? ചിലപ്പോൾ ടിഫിൻ ബോക്സിലുള്ള കെച്ചപ്പിന്റെ മാർക്കാണ് ആ പോയത് മൊത്തം. അപ്പോ തിന്നു കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ ആരെ കാലിട്ട് കുത്തിയിട്ട് ഇവന് അതിൽ കൂടെ നടന്നു പോയിന്നാണോ? നമ്മളെ ഊമ്പിയ ലോജിക് അല്ല, ഇവന്റെ ഊമ്പിയ ലോജിക്കിന്റെ ഒപ്പം നമ്മളെ ലോജിക്ക് കണക്ട് ആവും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു തോന്നുന്നുണ്ട്. ഇത് മോഷണം നടത്തിയ ആളുടേതാകാം. കഴിച്ചു കഴിഞ്ഞ് മോഷണം നടത്തുന്നതിന്റെ തിരക്കിൽ ടിഫിൻ ഇവിടെ മറന്നു വെച്ചതുമാകാം. അതിനുശേഷം മെഹുൽ ലാബിലേക്ക് പോയി അവിടെ നന്നായി ഒബ്സർവ് ചെയ്യുന്നു. ഇവിടെ മെഹുലിന് കുറച്ച് ക്ലൂസ് ലഭിക്കുന്നു. നിങ്ങൾക്ക് പറയാമോ ലോജിക്കൽ ആർമി ആ ക്ലൂസ് എന്താണെന്ന്? ഇവിടെ കുറച്ച് ക്ലൂസാ. എനിക്കാകെ ഒരു ക്ലൂ കാണുന്നുള്ളൂ. ഓന്റെ കാൽപാതകൾ അവിടെ കാണുന്നുണ്ട്. വേറെ ക്ലൂ ഒന്നും ഞാൻ എവിടെയും കാണുന്നില്ല കേട്ടാ. കുറച്ച് ക്ലൂസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി 4 കാൽപാതകളും കൂടിയിട്ടാണ് കുറച്ച് ക്ലൂസ് ആയിട്ട് കണക്കൂട്ടിയത്. താഴെ അതേ ഹീൽ മാർക്സ് ഉണ്ട്. പിന്നെ ലാബ് സ്റ്റാഫ് റൂമിന്റെ അടുത്ത് തന്നെയാണ്. ആ മാർക്സ് ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. മെഹുൽ 3 പേരെ ചോദ്യം ചെയ്യുന്നു. ലഞ്ചിന് ശേഷം ഞാൻ ലൈബ്രറിയിൽ പോയിരുന്നു. ലാബ് കീസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ലാബിലേക്കുള്ള ടൂൾസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു. ലാബ് കേസ് കാണാതെ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ലഞ്ചിന് ശേഷം വേഗം തന്നെ ഫുട്ബോൾ ഫീൽഡിലേക്ക് പ്രാക്ടീസിന് വേണ്ടി പോയി. എനിക്കൊന്നും അറിയില്ല. മെഹുൽ 3 പേരെയും നന്നായി ഒബ്സർവ് ചെയ്യുന്നു. മോഷണം നടത്തിയ ആളെ മെഹുലിന് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായി? അതായത് ഇത് കുറച്ച് സിമ്പിളാ. സാധാരണ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഫുട് പ്രിന്റ് നോക്കുകയാണെങ്കിൽ ഇവളടുത്ത് മറ്റേ ഹീലിന്റെതാണ്. അവളടുത്ത് ഏകദേശം ആ ഒരു ഫുട് പ്രിന്റുമായിട്ട് സാമ്യമുണ്ട്. പക്ഷെ എന്നാലും ഇത് ഷൂവിന്റെ ഫുട് പ്രിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇയാൾ തന്നെയാണ് ഇത് അടിച്ചു മാറ്റിയത്. ഇയാൾ തന്നെ. പ്രിയയും മിലിയും 2 പേരും ഹീൽസ് ആയിരുന്നു ഇട്ടത്. മിലി പറഞ്ഞത് അവൾ ഫുട്ബോൾ പ്രാക്ടീസിന് പോയിരുന്നു എന്നാണ്. പക്ഷെ അത് ഹീൽസ് ഇട്ടുകൊണ്ട് പോസിബിൾ അല്ല. പിന്നെ അവളുടെ സോക്സിൽ നോക്ക്, ചെറുതായി കെച്ചപ്പിന്റെ പാട് കാണാം. ഞാൻ കുറച്ച് ഗ്രീഡി ആയി ഗൈസ്. സംബന്ധിച്ച് ഞാൻ കുറച്ച് ഗ്രീഡി ആയി. ഞാൻ കേസ് 2 തെളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഞാൻ കണ്ടുപിടിക്കുന്നതെല്ലാം അങ്ങ് സെറ്റ് ആവും. നമ്മള് ലോജിക്ക് ഭ്രാന്തായിട്ട് ചിന്തിക്കും. നമ്മൾ വരട്ടെ ഭ്രാന്തമായിട്ടുള്ള ചിന്ത. ബ്രെയിൻ വർക്കാവുന്നില്ല. അവളെ കൈയോടെ പിടികൂടുന്നു. ഒരു കേസിൽ നമ്മളെടുത്ത് ഫെയിൽ ആവും. പിടിക്കണം. ഒരു വേറെ ഫീൽ തന്നെയാണ്. ടൈം ഫോർ ഫുഡ്. വയറും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഏയ് ഇതൊരു ഡയമണ്ട് ബ്രേസ്ലെറ്റ് ആണല്ലോ. അതെ. റെസ്റ്റോറന്റ് ഏരിയയിൽ ആരുടേതായിരിക്കും? അറ്റൻഷൻ പ്ലീസ്. ഒരു ഡയമണ്ട് ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. ആരുടേതാണെങ്കിലും വേഗം വന്ന് വാങ്ങിക്കോളൂ. ആ ബ്രേസ്ലെറ്റ് എന്റേതാ. നോക്കൂ, ആദ്യത്തെ എന്റെ കൈ ടാൻ ആയിരിക്കുന്നു. എന്റേതാ അത്. റിസപ്ഷൻ ഏരിയയിൽ വീണു പോയതാ. ബ്രേസ്ലെറ്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പൊട്ടിയിട്ടുണ്ടോ? ലോജിക്കൽ ആർമി എന്താ നിങ്ങൾക്ക് പറയാമോ ബ്രേസ്ലെറ്റ് ആരുടേതായിരിക്കുമെന്ന്? ഇതിലാരുടേതാന്ന് പറയണെങ്കിൽ ഒരു മിനിറ്റ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കട്ടെ. എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് പെട്ടെന്ന് എന്റെ മൈൻഡിക്ക് കേറിയില്ല. ഞാൻ പറയുന്ന ഇവളല്ല, എന്നാലും പാറുളുവാ. നേഹ ജയ ഇതിലേതോ ഒരാളാണ്. നേഹ അത് എവിടെയോ വീണ് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. മറ്റവള് ടാൻ ഉണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു. ഇവര് 2 ആരോ ആണടാ. നേഹ ജയ അത്തള പിത്തള തവളാച്ചി മറിയമെന്ന് വില കുതി ഷൂ. ഞാൻ ഉറപ്പിച്ച് ഇത് ജയന്റെ ആണ്. കാരണം അവളെ കയ്യിൽ ടാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പാറുളന്റെ അല്ല. പാറുളന്റെ വല്ലതാണെങ്കിൽ ഞാൻ ഇതിപ്പം നിർത്തും. ജയന്റെ ആവണേ. കയ്യിൽ പാടുണ്ടെന്ന് പറഞ്ഞു. പാടുണ്ടെങ്കിൽ ജയയുടെ കയ്യിൽ ഒരു ടാൻ മാർക്കും ഇല്ല. നേഹയും കള്ളമാണ് പറഞ്ഞത്. ബ്രേസ്ലെറ്റ് റെസ്റ്റോറന്റിൽ നിന്നുമാണ് കിട്ടിയത്. പാറലിന് മാത്രമാണ് ബ്രേസ്ലെറ്റിനെ പറ്റി ചിന്തയുള്ളതും. അതിനർത്ഥം അത് പാറലിന്റെ ആണ്. താങ്ക് യു. വരും, നമുക്കിനി അടുത്ത റെഡിലേക്ക് പോവാം. എടാ
നിങ്ങളെ കാർട്ടൂണിൽ അത് വരച്ചോ ഇല്ലത് എങ്ങനെയാണ് എനിക്ക് ഇനി അതും ഞാൻ നോക്കണ. കയ്യില് മാർക്ക് ഉണ്ട് എന്ന് പറയുമ്പോ മാർക്കും കൂടി ഉണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ബുദ്ധി അങ്ങോട്ട് ആരെയാണോ ഇല്ലാന്ന് വിചാരിച്ചത് അയാളെ തന്നെ ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 6 മാസത്തെ ട്രെയിനിങ് ഒന്നും എനിക്ക് പോരാ. എനിക്ക് മിനിമം 2 കൊല്ലത്തെ ട്രെയിനിങ് എങ്കിലും ആവശ്യം വരും. ആ പാറു ആരോ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ആ പാറു മർഡർ ഫ്ലവർ പോട്ട് കൊണ്ടാ ചെയ്തിരിക്കുന്നത്. എനിക്ക് 3 പേര് സംശയമുണ്ട്. അമൻ, സ്നേഹ, പിന്നെ രവി. ഞാൻ വൈകുന്നേരം വന്നിരുന്നു ചീസ് കൊടുക്കാൻ വേണ്ടി. അത് കൊടുത്തിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. ഞാൻ രാത്രിയാ വന്നത്, പക്ഷേ ലൈറ്റ്സ് ഓഫ് ആയിരുന്നു, അതുകൊണ്ട് തിരിച്ചുപോയി. ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. മെഹുൽ സീൻ നന്നായി ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ പിടിവലിക്കിടയിൽ ഈ ഫ്ലവർ കേസ് പൊട്ടിപ്പോയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി കില്ലർ ആരാണെന്ന്. പക്ഷേ നിങ്ങൾക്ക് പറയാമോ ലോജിക്കൽ ആർമി? ഞാൻ പറഞ്ഞ ഇവളുടെ കയ്യിൽ ഒരു മുറിവ് കാണുന്നുണ്ട്. ആ മുറിവിന്റെ മുകളിൽ ചെറിയ ചോരയും കാണുന്നുണ്ട്. സോ ഇവള് തന്നെയാണ് മോനെ. ഇത് സിമ്പിൾ. നമ്മൾ 2 കേസ് ഫെയിലായേ. നമ്മൾ 2 കേസ്. ബോട്ടിൽ ബ്ലഡിന്റെ അടയാളമുണ്ട്, പക്ഷേ ഡെഡ് ബോഡിയിൽ ഒരടയാളവും ഇല്ല. മീൻസ് ബ്ലഡ് കില്ലറിന്റേതാണ്. നേഹയുടെ കയ്യിൽ ബ്ലഡ് ഉണ്ട്, അതിനർത്ഥം നേഹയാണ് കില്ലർ. എന്താടാ പാറുവിന്റെ തന്നെ കേസ് വരുന്നത് പിന്നെയും. എന്നെ ആരോ പേടിപ്പിച്ചു. പോലും കണ്ണാടിക്ക് അടിച്ചു. ബ്രോക്കൺ മിറർ. ത്രെഡ് നോട്ടിൽ ലിപ്സ്റ്റിക് കൊണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്? ഫിംഗർ പ്രിന്റ്സ് ഓൺ ടേബിൾ. പക്ഷേ ഇത് നേഹയുടേതല്ല. ഇതെന്താ ആനയുടെ ഫിംഗർ പ്രിന്റ് ആണോ? ഇത്രയും വലിയ ഫിംഗർ പ്രിന്റ്? വാട്ട്? മേക്കപ്പ് കിറ്റ് ഓപ്പണുമാണ്, പക്ഷേ ലിപ്സ്റ്റിക് മിസ്സിംഗ് ആണ്. സർ, ബാക്ക് സ്റ്റേജിൽ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. താര അണ്ടർസ്റ്റാൻഡിംഗ്, രാഹുൽ ലൈറ്റ് ഓപ്പറേറ്റർ, റീമ. താരനെ നമ്മള് പിടിച്ച് ജയിലിട്ടില്ലേ? താര എങ്ങനെ പിന്നെയും വന്നത്? ഇന്ന് ഇവളിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും കൊലപാതകം ചെയ്യാൻ വന്നിട്ടുണ്ടാവും. ചിലപ്പോ പുതിയ ആള് റീമയാണ്. രാഹുൽ നേരത്തെ ഇന്നസെന്റ് ആയിരുന്നു. ചിലപ്പോ ഈ രാഹുൽ റീമയിൽ ആരെങ്കിലും ആവാനുള്ള ചാൻസ് ഉണ്ട്. താര ഇപ്പൊ ചിലപ്പോ നന്നായിട്ടുണ്ടാവും പറയാൻ പറ്റത്തില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഐ വാസ് റിഹേഴ്സിംഗ് മൈ ലൈൻസ് അലോൺ. നയന എന്റെ ഫ്രണ്ടാണ്. ഞാൻ കൺട്രോൾ റൂമിലായിരുന്നു, എനിക്കൊന്നും അറിയില്ല. ഞാൻ അവളെ മേക്കപ്പ് ചെയ്തു, പിന്നെ വെള്ളം എടുക്കാൻ വേണ്ടി പോയി. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയാമോ ഇത് ചെയ്തത് ആരായിരിക്കുമെന്ന്? പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നോക്കുന്നതിന് മുമ്പ് ഇവരെ ഒന്ന് നോക്കട്ടെ. താരനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. കയ്യിലും കാലിലും ഒന്നും കാണുന്നില്ല. രാഹുലിനെ സംബന്ധിച്ചും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. റിമേനെ സംബന്ധിച്ച് റിമക്ക് ആ സെയിം ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ടതായിട്ട് കാണുന്നുണ്ട് അല്ലേ? മേക്കപ്പ് ചെയ്തു, പിന്നെ വെള്ളം എടുക്കാൻ വേണ്ടി പോയി. മറ്റോ കൺട്രോൾ റൂമിലെ പോലും അവനക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. കൺട്രോൾ റൂമിൽ നിന്ന് ഇനി ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റുമോ? കൺട്രോൾ റൂമിൽ നിന്നല്ലേ ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റാനി? ഇനി രാഹുൽ റിമയും കൂടി ഒത്തു കളിച്ചാണോ? എന്തായാലും ഞാൻ റിമയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. റിമയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റും. അതെ, മേക്കപ്പ് സാധനങ്ങളുടെ ആക്സസ് നിങ്ങൾക്കാണുള്ളത്. നിങ്ങൾ തന്നെയാണ് നോട്ട് എഴുതിയതും, നിങ്ങൾ തന്നെയാണ് മിറർ പൊട്ടിച്ച് നാടകം കളിച്ചതും. തെളിവുകൾ ഒരിക്കലും കള്ളം പറയാനില്ല. കണ്ണു തുറന്നപ്പോൾ അവനൊരു മുറി. നമ്മൾ 2 കേസ് ഫെയിലാണെങ്കിലും ബാക്ക് ടു ബാക്ക് കേസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടാ 6 മാസത്തെ കോഴ്സ് വേണ്ടാ, 3 മാസത്തെ കോഴ്സ് കൊണ്ട് ഞാൻ തിരിച്ചു വരുവാടാ. ഇറ്റടി മേഹുൽ ആരോ കെട്ടിട്ട് വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഉള്ളിലായിരുന്നു 4 ചുറ്റും സാധനങ്ങളായിരുന്നു അവിടെ. ഇതേതാണ് ഈ സ്ഥലം? ഞാനിവിടെ എങ്ങനെയാ എത്തിയത്? അപ്പോഴാണ് മെഹുലിന് ഓർമ്മ വന്നത്. രാത്രി മെഹുൽ ഓഫീസിലേക്ക് പോകുന്ന വഴി വൃദ്ധനായ ഒരാളെ റോഡ് ക്രോസ് ചെയ്യുവാൻ സഹായിച്ചിരുന്നു എന്ന കാര്യം. പക്ഷേ അയാൾ മെഹുലിന്റെ മുഖത്ത് എന്തോ സ്പ്രേ ചെയ്തതും മെഹുലിന്റെ ബോധം നഷ്ടപ്പെട്ടു. അയാൾ ശരിക്കും വൃദ്ധനായിരുന്നില്ല. അയാൾ എന്നെ കിഡ്നാപ്പ് ചെയ്യുവാനുള്ള പ്ലാനുമായിട്ടാണ്. മെഹുലിന് എങ്ങനെയാണ് മനസ്സിലായത് അയാൾ വൃദ്ധനല്ല എന്ന്? നന്നായി ചിന്തിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നോട് പറയും. ഒരു വൃദ്ധനായ ഒരാളെടുത്ത് ഈ ബോധം കെടുത്തുന്ന സ്പ്രേ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ എന്തോന്ന് കേസ്? മെഹുലിന് ആ വൃദ്ധനെ കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നു. അയാളുടെ തലമുടി നരച്ചിരുന്നു, പക്ഷേ അയാളുടെ ഐബ്രോസ് കറുത്തതായിരുന്നു. കയ്യിലെ രോമങ്ങളും കറുത്തതായിരുന്നു. വൃദ്ധന്മാരുടെ ഐബ്രോസും കയ്യിലെ രോമങ്ങളും അത്ര കറുത്തതായിരിക്കില്ല. അതുകൊണ്ടാണ് മെഹുലിന് അങ്ങനെ തോന്നുന്നത്. അതെന്തേ, വല്ല ജെനറ്റിക് പ്രോബ്ലം കൊണ്ട് മറ്റേ വൃദ്ധന്മാർ എന്താ അത് കറുത്ത് ആയി പോകത്തില്ലേ? എന്നാ പിന്നെ ഈ ഷഡിയും കൂടി കഴിച്ചിട്ട് നോക്കും, കാടിയും കൂടി കറുത്തിനോ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഇതെല്ലാം ഉദാഹരണം വൃദ്ധനാണ് ഇല്ലോ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിട്ടുള്ളത്. വാട്ട് ഈസ് ദാറ്റ്? വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കിഡ്നാപ്പർ നല്ല സ്മാർട്ട് ആയിരുന്നു. ഇയാൾ എന്തിനായിരിക്കും എന്നെ കിഡ്നാപ്പ് ചെയ്തത്? ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഞാനിത് എവിടെയാണോ എന്തോ. മെഹുൽ തന്റെ കെട്ടഴിക്കുന്നു. കെട്ട് പൊട്ടിച്ചടാ. അത്രയും വലിയ കെട്ട് ഒറ്റയടിക്കുവാനല്ല ഹൽക്കിന്റെ മോനാ. നിനക്ക് അവിടെ ജീവിക്കാൻ വേണ്ടിട്ട് നിന്റേതായ രീതിയിൽ നീ ലോജിക്കിനെ വളച്ചൊടിക്കുന്നുണ്ട്. ഇത് ശരിയല്ല കേട്ടാ. ഇവന്റെ കണക്കിന് ഇവൻ വളച്ചൊടിക്കുന്നുണ്ട് ഇവന്റെ ലോജിക്ക്. എന്നിട്ട് മനസ്സിലാക്കുന്നു പുറത്ത് കടക്കുവാനുള്ള താക്കോൽ എവിടെയാണെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ മുറിയിൽ നിന്ന് പുറത്ത് കടക്കുവാനുള്ള താക്കോൽ എവിടെയാണെന്ന്? നന്നായി ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ഇവിടെ മുറി ഓപ്പൺ ആണല്ലോ, പിന്നെ എന്തിനാ താക്കോല്? ഈ വെട്ടിക്കാത്തങ്ങാനുണ്ടാവും, നോക്ക് തപ്പ് നീ. ഇവിടെ താക്കോലിന്റെ ആവശ്യം എന്താണ്? മുറി തുറന്നു കിടക്കുകയാണല്ലോ.
ഇത് മറ്റേ ചക്ക ഇട്ട് മോയില് കത്തിന്ന് പറഞ്ഞ ഗൈസ് നമ്മളിത് തെളിയിച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മള് ലോജിക്കലി നമ്മളത് പറഞ്ഞേ. മെഹുൽ പെട്ടെന്ന് തന്നെ മുറിക്ക് പുറത്ത് കിടക്കുന്നു. ഇത് ഏതാണ് സ്ഥലം? എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു കടക്കണം. അപ്പോൾ എതിരെ നിന്ന ആലിയ കയ്യിൽ തോക്കുമായി അവന്റെ നേർക്ക് വരുന്നു. പിന്നാലെ ആദിയുമുണ്ട്, അവന്റെ കയ്യിലും തോക്കും. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് യഥാർത്ഥ ആദിയും ആലിയയും അല്ലെന്ന്. എങ്ങനെയാണ് ലോജിക്കൽ ആർമി? മെഹുലിന് എങ്ങനെയായിരിക്കും അത് മനസ്സിലായത്? ഇതെങ്ങനെ മനസ്സിലാക്കി? ഇത് ഒരുമാതിരി ഇതെന്താ ഇത് കഞ്ചാവടിച്ച പോലെ രണ്ടായിട്ട് കാണുന്നു. ആദ്യം എന്താ ബെൻറ്റന്റെ മോന 4 ആംസ് ആണല്ലോ ഇത് എനിക്ക്. പിന്നെ ഇവരെങ്ങനെ ഇത് ഇവരെല്ലാന്ന് മനസ്സിലായി. പിന്നെ ഇവർ രണ്ടാൾ ഇവരെ ഫ്രണ്ടാണ്. ഇവരൊരിക്കലും മെഹുലിന്റെ മേത്ത് തോക്കൊന്നും ചൂണ്ടാൻ പോകുന്നില്ല. ഇതെന്തോ ഉടായ്പ എന്തോ മറ്റേ VR വിഷൽ അങ്ങനെ തോന്നി ഇവൻ കാണുന്നത്. രണ്ടുപേരെയും നന്നായി നോക്കൂ. രണ്ടുപേരുടെയും ഫേസിൽ ഒരു എക്സ്പ്രഷനും ഇല്ല. സ്റ്റാറ്റിക് ഫേസ് ആണ്. കണ്ണ് ചിമ്മൊന്നുമില്ല. ആദിക്ക് 3 ചെവിയുണ്ട്, ആദിക്ക് 4 കൈ. അതെങ്ങനെ പോസിബിൾ ആകും? അതായത് അത് ക്ലോൺസ് ആണ്. ഞാൻ ഈ ചെവിയുടെ കാര്യമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇതെങ്കിൽ ഇത് 2-3 ഇവന്റെ കൈയുടെ കാര്യം ഞാൻ നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദിയും ആലിയും തോക്കെടുത്ത് വെടിവെക്കുവാനും തുടങ്ങും. ഇവിടെ നിന്ന് പുറത്ത് കടന്നേ മതിയാകും, അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും. അങ്ങനെയാ പോയത്? പറഞ്ഞിട്ട് പോയ സാധനം. മെഹുൽ അവിടെ 3 വാതിലുകൾ കാണുന്നു. ആദ്യത്തെ വാതിലിൽ കെമിക്കൽ ഗ്യാസ് ആണ്. അവിടെ ശ്വാസം എടുത്താൽ മെഹുൽ മരിച്ചു പോകും. രണ്ടാമത്തെ വാതിലിൽ ഒരുപാട് ട്രാപ്പുകളുണ്ട്. അതിൽ കാൽ വെച്ചാൽ അമ്പുകളായിരിക്കും എത്തുക. അത് മെഹുലിന്റെ ജീവൻ എടുക്കും. മൂന്നാമത്തെ വാതിലിൽ ഭയങ്കരനായ ഒരു കരടിയുണ്ട്. ചിന്തിക്കൂ ലോജിക്കൽ ആർമി, മെഹുൽ ഏത് വാതിലായിരിക്കും തെരഞ്ഞെടുക്കുകയെന്ന്. അപ്പൊ ഞാൻ പറയുന്നത് ഏതിൽ പോയി കഴിഞ്ഞാലും ഇവൻ ചാവുമല്ലോ. ഇപ്പുറത്ത് വേറൊരു ഇത് കാണുന്നുണ്ട്, ഒരു തുള പോലത്തെ സാധനം. ആക്ച്വലി അതെന്റെ സംശയത്തിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ കൂടിയും കരടിയുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും കരടി അടിക്കും. ഗ്യാസും ഇത് മൈനിങ്ങിന്റെ അതിന്റെ ഇടയിൽ കൂടെ കാല് ചവിട്ടിയിട്ട് ചിലപ്പം പോകാൻ പറ്റുമായിരിക്കും. അത് മാത്രമാണ് എൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ ഈ പെട്ടിന്റെ മണ്ടയിൽ കൂടെ കയറിയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ പോകാതായിരിക്കും. ഞാൻ ലോജിക്കലി ഞാൻ എന്റെ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി ഇവരുടെ ഊടായ്പ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. നോക്കാം, എന്താണെങ്കിലും എനിക്കും അറിയാൻ ക്യൂരിയോസിറ്റി. ഇവിടെ മെഹുൽ ഒരു വാതിലും തിരഞ്ഞെടുക്കില്ല. കാരണം 3 വാതിലിലും മരണം മെഹുലിനെ കാത്തിരിക്കുകയാണ്. മെഹുൽ അവിടെയെല്ലാം നോക്കുന്നു. ഡോറിന്റെ സൈഡിൽ മുകളിലായി ഒരു AC വെന്റിന്റെ ഡോർ കിടക്കുന്നു. ഇത് ഞാൻ വീഡിയോ കണ്ടിട്ടാ ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കേ ചെയ്യരുത്. സത്യമായിട്ടും ഞാൻ എന്റെ ലോജിക്ക് വെച്ചിട്ടാണ്. സത്യമായിട്ടും എനിക്ക് തന്നെ എന്റെ ബ്രെയിൻ നല്ല രീതിക്ക് പ്രോസസ് ആവുന്നുള്ള പോലെ ഫീൽ ആവുന്നു. കാരണം ചിത്രം കണ്ടാൽ മനസ്സിലായി ഗൈസ്. അങ്ങ് ആ ചിത്രത്തിലെ 3 വാതിൽ മാത്രം കാണിച്ചാൽ മതി. എന്തിനാ ഒരു ചെറിയ സ്പെസിഫിക് സ്പേസും കൂടി കാണിക്കണം? അതിന്റെ അർത്ഥം അതിൽ കൂടെ പോവാൻ പറ്റുന്നാണ്. മെഹുൽ AC വെന്റിലേക്ക് കടക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പുറത്ത് കിടക്കും. പുറത്തു വരുമ്പോൾ മെഹുൽ കാണുന്നത് താൻ ഒരു ലാബിന്റെ പുറത്താണെന്നാണ്. എന്നെ എന്തോ എക്സ്പെരിമെന്റിനായിരിക്കണം ഇവർ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. മെഹുൽ മുന്നോട്ട് നടക്കുവാൻ തുടങ്ങും. പിന്നിൽ നിന്ന് മെഹുലിനെ ആക്രമിക്കുന്നു. ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടുന്നു, ഇല്ലെങ്കിൽ ഇവർ എന്നെ വെറുതെ വിടില്ല. അതിനുശേഷം മെഹുൽ അവിടെ നിന്ന് മുന്നോട്ടേക്ക് വെടിവെക്കുന്നതിന് സെന്ററിൽ കൂടെ ഓടുന്നുണ്ട്. ഇവന്മാരെ വെടിയാണ് ഇവനിക്ക് കൊള്ളുന്നില്ല. ഇവനിക്ക് ഇന്നേ വരെ ഒരു വെടിയെങ്കിലും കൊണ്ടിട്ട് ഇവൻ ആശുപത്രി കടന്നില്ല. അറ്റ്ലീസ്റ്റ് കൈക്കെങ്കിലും ഈ ഡിറ്റക്റ്റീവ് മേഹുലിൽ സീരിയസ് കാണുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആ വെടി കൊണ്ട് ചാവണ്ട. ഒരിക്കലും ഇവൻ ചാവാൻ പോകുന്നില്ല. ഇവൻ ജീവിതകാലം മുഴുവൻ ഇവിടെ ഉണ്ടാവും. ഷീൽഡ് ഉണ്ട് ഇവന്റെ മണ്ടക്ക്. മെഹുലിന്റെ മുന്നിൽ 3 വഴികളുണ്ടായിരുന്നു. ഈ 3 വഴികളിൽ ഒന്ന് തിരഞ്ഞെടുത്തേ മതിയാകും. പക്ഷേ ഏത് വഴിയായിരിക്കും എനിക്ക് സുരക്ഷിതം? ആദ്യത്തെ വഴിയിൽ ബോർഡ് വെച്ചിരുന്നു. മുന്നിൽ നദിയാണ്. രണ്ടാമത്തെ ബോർഡിൽ മുന്നിൽ തീയാണെന്നും എഴുതിയിരിക്കുന്നു. മൂന്നാമത്തെ ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മുന്നിൽ സിംഹമുണ്ടെന്നാണ്. മെഹുൽ 3 ബോർഡുകൾ നോക്കും. എന്നിട്ട് മനസ്സിലാക്കുന്നു ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? ഏത് വഴിയാണ്? ഇവിടെ 3 വഴിയുണ്ട്. ഇതിൽ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഒന്നാമത്തെ വഴിയായിരിക്കും മേ ബി. വെള്ളത്തിൽ കൂടെ വഴിയിൽ തീയുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു കാണൂ, മെഹുൽ ഓടുന്ന വഴിയിലെല്ലാം മഴയിൽ നനയുന്നുണ്ടായിരുന്നു. താഴെയെല്ലാം വെള്ളവുമാണ്. അതിനർത്ഥം കുറച്ചു നേരമായി മഴയാണെന്നാണ്. അപ്പോൾ തീ അണഞ്ഞിട്ടുണ്ടാകണം. മെഹുലിന്റെ ശരിയായിരുന്നു. മെഹുൽ രണ്ടാമത്തെ വഴിയിലൂടെ പുറത്തു. അങ്ങനെ കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. നമ്മുടെ മെഹുലിന് ഉറപ്പായും ഒരു ലൈക്ക് കൊടുക്കില്ലേ നിങ്ങൾ? നമുക്ക് അടുത്ത റെഡിലേക്ക്. അതെ, എനിക്കും ഒരു ലൈക്ക് വേണം. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ അത്രയും കേസ് തെളിയിച്ചിട്ടുണ്ടാകാൻ 2-3 ഫെയിൽ ആയി പോയത്. പക്ഷേ സമയമുണ്ടല്ലോ. 6 മാസം ട്രെയിനിങ് ആണല്ലോ. നമ്മളെ ബ്രെയിൻ നമ്മൾ പ്രോസസ് ചെയ്ത് ഫുള്ളി നമ്മൾ സെറ്റായി വന്നിരിക്കും. അപ്പൊ ഈ വീഡിയോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.